ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കാൻ വേണ്ടി ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിൽ വൻ പദ്ധതിയാണ് ഇടുന്നത്. ഈ പുതിയ സൈനിക വെല്ലുവിളി ഇപ്പോൾ ഗുരുതരമായ ഭീഷണിയാണ് ഇന്ത്യക്ക് ഉയർത്തുന്നത്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഡ്രോണുകളുടെ ഒരു കൂട്ടം വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിക്കുന്നതിന് മുൻപേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരം തീർക്കുക എന്നതാണ് ഈ ഡ്രോണുകളുടെ പ്രാഥമിക ലക്ഷ്യം. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുകയും പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചൈന പാകിസ്ഥാനെ പല തലങ്ങളിൽ നിന്ന് സഹായിക്കുകയും ചെയ്യും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സമയത്തെ പാകിസ്ഥാന് ചൈനയിൽ നിന്ന് പിന്തുണ ലഭിച്ചതായി ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ വരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷനിൽ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അടുത്ത സഖ്യകക്ഷികൾ ഇന്ത്യക്കെതിരായി ഡ്രോണുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന തന്ത്രമാണ് തയ്യാറാക്കുന്നത്. ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ വിദഗ്ധർ തന്നെയാണ്. അതായത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട് ചൈനയും പാകിസ്ഥാനും സംയുക്തമായി സ്വാം ഡ്രോണുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്ത്യൻ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ട് ചൈനയും പാകിസ്ഥാനും സഹകരിച്ച് ഉയർന്ന ഉയരത്തിലുള്ള ഡ്രോണുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്ത്യൻ പ്രതിരോധ വിശകലന വിദഗ്ധൻ സൗരജ് ഝാ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പരമ്പരാഗത വിമാന വിരുദ്ധ തോക്കുകളുടെ പരിധിക്കപ്പുറം പറക്കാൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം അപകടകാരിയാണ്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഉയർന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന കൂട്ടം ഡ്രോണുകൾ വികസിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഗുരുതരമായ തന്ത്രപരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതായത് L-70 പോലുള്ള പരമ്പരാഗത വിമാന വിരുദ്ധ തോക്കുകളുടെ പരിധിക്കപ്പുറം പറക്കുന്ന തരത്തിലാണ് ഈ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ L-70 തോക്കുകൾക്ക് ഏകദേശം 3500 മീറ്റർ വരെ എത്താൻ കഴിയും. ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരം തീർക്കുക എന്നതാണ് ഈ ഡ്രോണുകളുടെ ലക്ഷ്യം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരം ഇല്ലാതാക്കുക, അതുവഴി ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള തുടർ ആക്രമണങ്ങൾക്ക് രാജ്യം വിധേയമാകുക എന്നതാണ് ഇവരുടെ ഈ തന്ത്രത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ആഘാതം ഇന്ത്യയുടെ പാളികളിലുള്ള വ്യോമ പ്രതിരോധ ശൃംഖലയെ സാരമായി ബാധിക്കുകയും ഏകോപിതവും ബഹുമുഖവുമായ വ്യോമാക്രമണത്തിന് ഫലപ്രദമായി പ്രതികരിക്കാനുള്ള ശേഷി കുറയ്ക്കുകയും ചെയ്യും. ഏകദേശം 5000 മുതൽ 10000 അടിയോ അതിൽ കൂടുതലോ ഉയരത്തിൽ പറക്കുന്നതിലൂടെ ഈ സ്വാം ഡ്രോണുകൾ പരമ്പരാഗത തോക്ക് വ്യോമ പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധ ശേഷി നേടുകയും ആകാശ MRSAM S-400 പോലുള്ള കൂടുതൽ ചെലവേറിയതും പരിമിതവുമായ ഉപരിതല വായു മിസൈൽ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കുകയും ചെയ്യും. അതെ, പാകിസ്ഥാന്റെയും ചൈനയുടെയും തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരം പരമാവധി ഉപയോഗപ്പെടുത്തി ആദ്യ ആക്രമണമായി വില കുറഞ്ഞതും ഏകോപിതമായ ഡ്രോണുകൾ വിന്യസിക്കുക എന്നതാണ് ഇവരുടെ ഈ മികച്ച തന്ത്രം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മിസൈൽ ശേഖരം തീർന്നു കഴിഞ്ഞാൽ വ്യോമ പ്രതിരോധ ശൃംഖല അമിതമായി ഉപയോഗിക്കപ്പെട്ടാൽ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചിട്ടുള്ള തുടർ ആക്രമണങ്ങൾ വിജയ സാധ്യത കൂടുതലുള്ള രീതിയിൽ വിക്ഷേപിക്കാൻ കഴിയും. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ഈ വികസനത്തിൽ ചൈനയുടെ പങ്ക് എന്നത് വളരെ വലുതാണ്. ചൈന പാകിസ്ഥാന് നൂതന ഡ്രോൺ സാങ്കേതിക വിദ്യയും പ്രവർത്തന പരിജ്ഞാനവും നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, വലിയ കൂട്ടങ്ങളെ വിക്ഷേപിക്കാനും ഏകോപിപ്പിക്കാനും കഴിവുള്ള ഡ്രോൺ മദർഷിപ്പുകൾ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രാദേശിക ആധിപത്യത്തെ സന്തുലിതമാക്കുന്നതിനും ജമ്മു കാശ്മീർ, അതേപോലെ തന്നെ LAC എന്നിവയുൾപ്പെടെയുള്ള സെൻസിറ്റീവ് അതിർത്തികളിലെ ഇന്ത്യൻ പ്രതിരോധ ആസൂത്രണത്തെ സങ്കീർണമാക്കുന്നതിനുമുള്ള വിശാലമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ആഴത്തിലുള്ള സൈനിക സാങ്കേതിക സഹകരണം. നമ്മുടെ ഇന്ത്യയുടെ പാളികളുള്ള വ്യോമ പ്രതിരോധം എന്ന് പറയുന്നത് തോക്കുകൾ, ഹ്രസ്വദൂര മിസൈലുകൾ, ദീർഘദൂര ഇന്റർസെപ്റ്ററുകൾ എന്നിവയുടെ ഒരു മിശ്രിതം തന്നെയാണ്. ഉയർന്ന ഉയരത്തിലുള്ള കൂട്ടം ഡ്രോണുകൾക്ക് തോക്കുപാളിയെ മറികടക്കാൻ കഴിയും. ഇത് പരിമിതവും ചെലവേറിയതുമായ മിസൈൽ സംവിധാനങ്ങളെ അമിതമായി ആശ്രയിക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കും. അതുവഴി തുടർന്നുള്ള കൂടുതൽ വിനാശകരമായ ആക്രമണങ്ങൾക്ക് അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇന്ത്യയുടെ മിസൈൽ ശേഖരം തീർന്നു പോകുമ്പോൾ നിർണായകമായ സൈനിക സിവിലിയൻ ലക്ഷ്യങ്ങളെ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ പ്രതിരോധ മൂല്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യയുടെ വ്യോമാതിർത്തി മേഖലയിൽ തന്ത്രപരമായ സ്ഥിരത നിലനിർത്തുന്നതിന് ഇന്ത്യ വ്യോമ പ്രതിരോധ തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെയും നൂതനമായ കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കേണ്ടതിന്റെയും സ്വന്തം ഡ്രോൺ യുദ്ധശേഷികൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെയും അടിയന്തര ആവശ്യകതയാണ് ഈ വികസനം അടിവരയിടുന്നത്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.